പോലീസ് സേനയിലെ കുറ്റക്കാർക്കെതിരെ എൽ.ഡി.എഫ് സർക്കാർ കൈക്കൊണ്ട നടപടികൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെറ്റായ പ്രവണതകളെ ഒരു തരത്തിലും സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. എൽ.ഡി.എഫ് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടികൾ കണക്കുകൾ സഹിതമാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും പിന്തുടർന്നു വന്ന പോലീസ് നയത്തിൽ മാറ്റം വരുത്തിയത് 57-ലെ EMS സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. അതാണ് തുടർന്നു വന്ന LDF സർക്കാരുകൾ പിന്തുടർന്നത്. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെയുള്ള നടപടിയും മുഖ്യമന്ത്രി കണക്കുകൾ സഹിതം നിയമസഭയിൽ വിശദീകരിച്ചു. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറി. ഏതെങ്കിലും ഒരു സംഭവം എടുത്തുകാണിച്ച് അതിന്റെ പേരിൽ കേരള പോലീസ് ആകെ മോശമായി എന്ന് ചിത്രീകരിക്കാൻ ആകില്ല. ഇന്ന് കേരളവും ഇവിടുത്തെ പോലീസും രാജ്യത്ത് ഏറ്റവും അഴിമതി കുറഞ്ഞ അവസ്ഥയിലാണ്. അതിൽ നമുക്കാകെ അഭിമാനിക്കാം. എങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ പോലീസിന്റെ ആകെ മികവിന് അത് ഇടയാകുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പോലീസ് എന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സേനയാണ്. ആ വലിയ സേനയിൽ ഏതെങ്കിലും ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സാധാരണഗതിയിൽ ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളതല്ല സ്വീകരിച്ചത്. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതല്ല സ്വീകരിച്ചത്. നിങ്ങളുടേതായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പോലീസിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുകയായിരുന്നു. 2006-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സമഗ്രമായ ഒരു നിയമം തന്നെ വന്നു. എന്നാൽ 2016 ശേഷം ഞങ്ങൾ സ്വീകരിക്കുന്ന പൊതുവായ നിലയുണ്ട്. ആ നില തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി എന്നത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ കുന്നംകുളം, പീച്ചി, കണ്ണനല്ലൂർ, പേരൂർക്കട, തൊടുപുഴ തുടങ്ങിയ കേസുകളിൽ പോലീസ് സ്വീകരിച്ച നടപടികളും തെറ്റായ പ്രവണതകളിൽ സർക്കാർ സ്വീകരിച്ച നടപടിയും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കുറ്റത്തിന്റെ കാഠിന്യമനുസരിച്ച് പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾ സർക്കാർ തെറ്റുകാരായ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.